സെൽഫ് റിലയൻസ് എന്താണെന്ന് വ്യക്തമാക്കിയതിന് ശേഷം അദ്ദേഹം പിന്നീട് കൂടുതൽ സ്പഷ്ടമാക്കുന്നത് എങ്ങനെയായിരിക്കണം ആൻ ഐഡിയൽ ഇൻഡിവിജ്വൽ എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. എമേഴ്സൺ പറയുന്നു, ആൻ ഐഡിയൽ ഇൻഡിവിജ്വൽ ഹാസ് ടു എനിമീസ് ഓർ ആൻ ഇൻഡിപെൻഡൻറ്റ് തിങ്കർ ഹാസ് ടു എനിമീസ്. ഒന്ന്, നമ്പർ 1, സൊസൈറ്റീസ് ഡിസപ്രൂവൽ ഓർ സ്കോൺ. നമ്പർ 2, ഇൻഡിവിജ്വൽസ് ഓൺ സെൻസ് ഓഫ് കൺസിസ്റ്റൻസി. സമൂഹത്തിൻ്റെ, അതായത് അതിൻ്റെ ഡിസപ്രൂവലും എഗ്രിമെൻറ്റും അതിൻ്റെ ആയിട്ടുള്ള സ്കോൺ, അതിൻ്റേതായ എഗ്രിമെൻറ്റ്സ് എല്ലാം പെടുന്ന ആ ഒരു വേൾഡ് എന്ന് പറയുന്നത് ഒന്നാമത്തെ എനിമി. 2, ഇൻഡിവിജ്വലിൻ്റെ തന്നെ എല്ലാം അംഗീകരിക്കുന്ന, മറ്റുള്ളവരെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ ഫോളോ ചെയ്യുന്ന, കൺസിസ്റ്റൻ്റ് ആയി പോകുന്ന ആ ഒരു രീതിയും ഇൻഡിവിജ്വലിൻ്റെ, ഐഡിയൽ ഇൻഡിവിജ്വലിൻ്റെ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് തിങ്കറിൻ്റെ ശത്രുക്കളാണ് എന്ന് എമേഴ്സൺ പറയുന്നു. സോ 2 enemies, they are society's disapproval or scorn and the individual's own sense of consistency. അദ്ദേഹം പറയുന്നു, കൾട്ടിവേറ്റഡ് ക്ലാസ് എന്ന് നമ്മൾ പറയുന്ന ദ സോ കോൾഡ് കൾട്ടിവേറ്റഡ് ക്ലാസ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു എമേഴ്സൺ റിലേറ്റീവ്ലി ഈസി ടു ഇഗ്നോർ ബിക്കോസ് ഇറ്റ് ടെൻഡ്സ് ടു ബി പൊളൈറ്റ്. കാരണം നമ്മൾ ഒരു കൾട്ടിവേറ്റഡ് സമൂഹം സൊസൈറ്റിയുടെ നോംസ് ആൻഡ് കണ്ടീഷൻസിനോട് ചേർന്ന് നിൽക്കുന്ന, എന്താ പറയുക, ആക്ച്വലി ആൻ ഈസി ലയബിൾ ഗ്രൂപ്പ്, ആൻഡ് ദേ ആർ വെരി പൊളൈറ്റ് ആൻഡ് ദേ ജസ്റ്റ് സബ്ഡ്യൂ അണ്ടർ ദ നോംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദ സൊസൈറ്റി. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യുക, സൊസൈറ്റിയുടെ ഒരു എന്താ പറയുക, ആ ഒരു അധീനതയിൽപ്പെട്ട് അതിൻ്റെ ക്ലച്ചസിൽ നിൽക്കുകയാണ് ആക്ച്വലി ഇത്തരത്തിലുള്ള ദ സോ കോൾഡ് കൾട്ടിവേറ്റഡ് ക്ലാസ്. അവിടെ ഇൻഡിവിജ്വൽ ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ്ങിനുള്ള സ്പേസ് മുഴുവൻ ഇല്ല. ദർ ഇസ് നോ ടു ഹാവ് ഹിസ് ഓർ ഹെർ ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ്. The urge to remain consistent with past actions and beliefs inhibits the full expression of an individual's nature. നമ്മൾ എന്താ പറയുക, പഴയതിനെ നമ്മൾ, സംസ്കാരം എന്ന വാക്കിൻ്റെ അർത്ഥം പഴയത് പോയി പുതിയത് വരിക എന്നാണ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത്, എ പേഴ്സൺ ഹൂ ജസ്റ്റ് ഫോളോസ് ദ വാട്ട് ടു സേ ഫോളോസ് ദ പാസ്റ്റ് റിമെയിൻസ് സ്റ്റാഗ്നൻറ്റ്, നോ ചേഞ്ച് അറ്റ് ഓൾ. അവിടെ മാറ്റങ്ങളൊന്നും തന്നെ സംഭവിക്കുന്നില്ല. അവൻ്റെ ഇൻഡിവിജ്വൽസ് നേച്ചർ ഈസ് ഓൾവേസ് ബീങ് വാട്ട് ടു സേ ദർ ഈസ് നോ ഗ്രോത്ത് ഫോർ ആൻ ഇൻഡിവിജ്വൽസ് നേച്ചർ. അവിടെ യാതൊരു തരത്തിലുള്ള വളർച്ചയ്ക്കുള്ള സാധ്യതകളില്ല. when he or she just follows the past actions and beliefs. So he used the metaphor of a corpse as the receptacle of memory is a shocking. It is an apt image of the individual who is afraid of contradictions. അതായത് നമ്മളൊരു എന്താ പറയുക, ആക്ച്വലി ഒരു വി ആർ ജസ്റ്റ് ലൈക്ക് എ ഡെഡ് ബോഡി വേർ ഇറ്റ് ഹാസ് നോ, എന്താ പറയുക, നോ നത്തിങ്, just being there without any change. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ എന്ന് പറയുന്നത്, ദേ ആർ നോട്ട് റെഡി ടു കോൺട്രഡിക്റ്റ് ഓർ ദേ ആർ നോട്ട് റെഡി ടു ഗോ എഗെയിൻസ്റ്റ് ദ സൊസൈറ്റി. ഔട്ട്റേജ് ആയിട്ടുള്ള സൊസൈറ്റിനോടുള്ള എതിരിടാനുള്ള പേടി, അവർക്ക് സ്വന്തമായിട്ട് അവർക്ക് മുന്നോട്ട് വരാനല്ല, എന്താ പറയുക, തെറ്റുകൾക്കെതിരെ ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടേതായ സ്വന്തമായ രീതിയിൽ ചെയ്യാനുള്ള പേടി അവരിൽ ഉണ്ടാക്കി വെക്കുന്നു. Emerson asks why people hold on to old beliefs or positions merely, and he finds that it is because they have taken these positions in the past. അതായത് സൊസൈറ്റിനെ ഇങ്ങനെ അതേപടി ഇങ്ങനെ കേട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ജസ്റ്റ് ഫോളോ ദ ബിലീവ്സ് ആൻഡ് ആക്ഷൻസ് ജസ്റ്റ് ലൈക്ക് ദ പാസ്റ്റ് ആൻഡ് വി മെ നോട്ട് ഹാവ് എനി കൈൻഡ് ഓഫ് ചേഞ്ചസ്. ബീങ് obsessed with whether or not you remain constant in your beliefs needlessly drains energy as this conformity. നിങ്ങളിൽ യാതൊരു തരത്തിലുള്ള വളർച്ചയും അതുണ്ടാക്കി തരില്ല. യു ജസ്റ്റ് lose your energy, your independent thinking capacity. So here the conformity അല്ലെങ്കിൽ consistency എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് we are just following the old past and beliefs, traditions as it is. No such, എന്താ പറയുക, ഒരു കോൺട്രഡിക്ടറി ആയിട്ടുള്ള നിങ്ങളുടെ മൂവ്മെൻറ്റ് ഒന്നും തന്നെ ഇല്ല. അത്തരത്തിൽ നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഓഫ് കോഴ്സ് യു വിൽ നോട്ട് ഹാവ് ആൻ ഒരു ഇൻഡിപെൻഡൻറ്റ് തിങ്കർ ആവാനും കഴിയില്ല. യുവർ നേച്ചർ ആസ് ആൻ ഇൻഡിവിജ്വൽ ഹാസ് എ സ്റ്റാഗ്നേഷൻ. ഇദ്ദേഹം ഒരു ബിബ്ലിക്കൽ കോണ്ടെക്സ്റ്റ് കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ എമേഴ്സൺ. ബിബ്ലിക്കൽ കോണ്ടെക്സ്റ്റ് ഈസ് ദിസ്: he brings the story of Joseph who was not ready to just whatever the cause is, എന്താണ് ഇതിൻ്റെ ഭവിഷ്യത്ത് ചിന്തിക്കാതെ അവനെ സെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യാതെ അതിൽ നിന്ന് ഓടിയകലുന്നുണ്ട്. വാട്ട് എവർ ഇറ്റ് കംസ്, എന്തൊക്കെ ഫ്യൂച്ചറാണ് സംഭവിക്കാൻ പോകുന്നതെങ്കിലും വാട്ട് റൈറ്റ് ടു ഹിം ഹി ഡസ്. അവിടെ വേണമെങ്കിൽ എന്താ പറയുക, അദ്ദേഹത്തിന് വേണമെങ്കിൽ ആ സൊസൈറ്റിയുടെ ആ ഒരു പവറിൻ്റെ മുകളിൽ എന്താ പറയുക കൺഫോമിറ്റി കൊടുത്ത് അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് അങ്ങനെ അതിൽ വേണേൽ പോകാമായിരുന്നു. ബട്ട് ഹി വാസ് നോട്ട് റെഡി ടു അക്സെപ്റ്റ് ദി, ഓടി അകലുകയാണ് ചെയ്തത്. അവിടെ അവൻ സബ്ഡ്യൂ ചെയ്ത് കൊടുത്തില്ല. ഇതൊരു എന്താ പറയുക, ഇറ്റ്സ് എ പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് ലീവിങ് അവേ ദി ഓവർ ദ പാസ്റ്റ് ആൻഡ് ദ ട്രഡീഷൻസ്, ജസ്റ്റ് കീപ്പിംഗ് ഹിംസെൽഫ് ആസ് നോൺ കൺഫോമിറ്റ്. കൺസിസ്റ്റൻസിയെ പറയുന്നത് അതായത് it is a foolish action of and little minds. The term hobgoblin, which symbolizes the fear of the unknown. It's just like what to say, the image brought under the label of corpse. അപ്പോൾ ഇത് ഹോബ്ഗോബ്ലിൻ എന്ന് പറഞ്ഞ ആ ടേം കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ നമുക്ക് അറിയത്തില്ലാത്തത് ചെയ്യാനുള്ള പേടിയാണ് നമ്മളെ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ ഫോളോ ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യും, കോൺട്രഡിക്റ്റ് ചെയ്യാതെ അതിനെ തന്നെ ഫോളോ ചെയ്യുന്നത്. So you just overcome these fears and find a space you know yourself and find out whether you have a power or energy. Citing cultures that traditionally frown on inconsistency, Emerson points out that history's greatest thinkers were branded as outcasts for their original ideas. അതായത് ചരിത്രം നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്, ഒരുപാട് പ്രശസ്തരായ ചിന്തകരെല്ലാം അല്ലെങ്കിൽ കണ്ടുപിടിച്ചവരെല്ലാം അവർ സൊസൈറ്റിക്ക് എതിരെ സഞ്ചരിച്ചവരാണ്. കാരണം സൊസൈറ്റി പറഞ്ഞു വെച്ച ആശയങ്ങളായിട്ട് തുടർന്ന് പോയിരുന്നെങ്കിൽ പുതിയ ആശയങ്ങളോ പുതിയ കണ്ടുപിടുത്തങ്ങളോ വരില്ലായിരുന്നു. അവർ സൊസൈറ്റിയുടെ ആ ഒരു എന്താ പറയുക നോർമൽ ഫ്ലോയിൽ നിന്ന് മാറി ചിന്തിച്ചത് കൊണ്ടാണ് ദേ കുഡ് ഫൈൻഡ് ന്യൂ ഐഡിയാസ് ആൻഡ് തോട്ട്സ് ആൻഡ് വിച്ച് ബിക്കെയിം വാട്ട് ടു സേ ലീഡിങ് വേസ് ഫോർ ഗ്രേറ്റ്നെസ് ആൻഡ് അപ്ലിഫ്റ്റ്മെൻറ്റ്. he also brings the best such example is Jesus Christ. So inconsistent or non-conformist persons are those who are just like ship sailing against the wind. He brings the image of a ship which sails against the wind. So such persons are just follow inconsistency, which is the leading way to progress. He also brings the image that a zigzag line that eventually leads to an identifiable end. An individual's apparently contradictory acts or decisions. At the final part of the essay, Emerson tries to say that society is not the measure of all things. According to Emerson, a true man is an ideal individual with independent thinking capacity. He belongs to no other time or place, but is the center of all things. Where he is, there is nature. So he will be a person who always battles against conformity and consistency.